ഹലോ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഇന്ന് മൊഡ്യൂൾ 5 ബാക്കി പോർഷൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്പോസൽ ഓഫ് എഫ്ലുവൻറ്റ് യൂസിങ് സോയിൽ അബ്സോർപ്ഷൻ സിസ്റ്റം ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ പറഞ്ഞ രണ്ട് ടൈപ്സ് എന്ന് പറയുന്നത് ബയോളജിക്കൽ ഫിൽറ്ററും പിന്നെ അനറോബിക് ഫിൽറ്ററുമായിരുന്നു. ഓക്കെ, അത് രണ്ടും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അത് നമുക്ക് ഈ ഒരു മൊഡ്യൂളെല്ലാം കഴിഞ്ഞ് ടൈം ഉണ്ടെങ്കിൽ നമുക്കത് പറയാം. ഓക്കെ, അപ്പം ഇനി അടുത്ത് നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ളത് ഇംഹോഫ് ടാങ്ക്. ഓക്കെ, സെപ്റ്റിക് ടാങ്ക് പോലെ തന്നെ ഉള്ള ഒരു ടൈപ്പ്, സെപ്റ്റിക് ടാങ്കിന് സെയിം പർപ്പസ് തന്നെ ചെയ്യുന്ന ഒരു ടാങ്കാണ് ഇംഹോഫ് ടാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മളധികം കേട്ടിട്ടില്ലായിരിക്കും. അപ്പം ഈ പറയുന്ന ഇംഹോഫ് ടാങ്ക് എന്താണ്, അതിൻ്റെ വർക്കിംഗ് അല്ലെങ്കിൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് എങ്ങനെയാണ്, ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത്, ഇത്രയും കാര്യമാണ് നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇംഹോഫ് ടാങ്ക് ഈസ് ആൻ ഇംപ്രൂവ്മെന്റ് ഓവർ സെപ്റ്റിക് ടാങ്ക്. ഓക്കെ, അപ്പം സെപ്റ്റിക് ടാങ്കിന്റെ മേളിലൊരു ഇംപ്രൂവ്മെന്റ് ചെയ്താൽ അത് എങ്ങനെ നമുക്ക് കുറച്ച് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, അതാണ് ഇംഹോഫ് ടാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഇംഹോഫ് ടാങ്കിനകത്ത് ഇൻ വിച്ച് ഇൻകമിംഗ് സീവേജ് ഈസ് നോട്ട് അലൗഡ് ടു ഗെറ്റ് മിക്സ്ഡ് അപ്പ് വിത്ത് ദി സ്ലഷ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ദി ഔട്ട് ഗോയിങ് എഫ്ലുവൻറ്റ് ഈസ് നോട്ട് അലൗഡ് ടു ക്യാരി വിത്ത് ഇറ്റ് ലാർജ് എമൗണ്ട് ഓഫ് ഓർഗാനിക് ലോഡ് അസ് ഇൻ ദി കേസ് ഓഫ് സെപ്റ്റിക് ടാങ്ക്. ഓക്കെ, അപ്പം ഇംഹോഫ് ടാങ്കിൽ എങ്ങനെയാന്ന് വെച്ചാൽ സെപ്റ്റിക് ടാങ്കിൽ എങ്ങനെയായിരുന്നു, ജസ്റ്റ് ഒരു സൈഡിൽ നിന്ന് ഇൻഫ്ലുവൻ്റ് സീവേജ് വരുന്നു, അതിനുള്ളിൽ തന്നെ ഡീകമ്പോസിഷൻ നടക്കുന്നു, അപ്പോൾ സ്ലഡ്ജ് ഉണ്ടാവുന്നു, അതെല്ലാം തമ്മിൽ ഒരു മിക്സിങ് ഉണ്ടാവുമായിരുന്നു അല്ലേ. വരുന്നതും അവിടെ ഉണ്ടാകുന്ന സ്ലഡ്ജൊക്കെ തമ്മിലൊരു മിക്സിങ് അല്ലെങ്കിൽ അവർ തമ്മിലൊരു കോണ്ടാക്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇംഹോഫ് ടാങ്കിൽ അവർ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ഇൻകമ്മിങ് ആയിട്ട് വരുന്ന സീവേജിനെ യാതൊരു വിധത്തിലും ഈ അടിയുന്ന സ്ലഡ്ജുമായിട്ട് മിക്സ് ചെയ്യിക്കത്തില്ല. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ സെപ്റ്റിക് ടാങ്കിനകത്ത് എഫ്ലൂവിൻ്റെനകത്ത് കുറേ എമൗണ്ട് ഓഫ് ഓർഗാനിക് ലോഡ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഇംഹോഫ് ടാങ്ക് വരുമ്പം അങ്ങനെ പുറത്തോട്ട് പോകുന്ന ഔട്ട് ഗോയിങ് എഫ്ലൂവിൻ്റെനകത്ത് അധികം ഓർഗാനിക് ലോഡ് കാണത്തില്ല. ഈ രണ്ട് മോഡിഫിക്കേഷൻസുമാണ് ഇംഹോഫ് ടാങ്കിൽ ഉണ്ടായത് സെപ്റ്റിക് ടാങ്കിനെ വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് ആൻ ഇംഹോഫ് ടാങ്ക് ഈസ് ഇൻഫാക്ട് എ 2-storied ടാങ്ക്. ഓക്കെ, ഒരു 2 നില, ഒരു 2-storied ടാങ്ക് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇംഹോഫ് ടാങ്കിനെ പറയാം. പിന്നെ ഇത് ഡിസൈൻ ചെയ്തത് ജർമ്മൻ സയന്റിസ്റ്റ് ആണ്, മിസ്റ്റർ കാൾ ഇംഹോഫ്. അങ്ങനെ അയാളുടെ പേരിലാണ് ഇംഹോഫ് ടാങ്ക് എന്ന് പറഞ്ഞ് അതിപ്പം അറിയപ്പെടുന്നത്. ദേ ആർ സംടൈംസ് ഓൾസോ നോൺ ആസ് 2-story ഡൈജഷൻ ടാങ്ക്, അങ്ങനെയും പറയാം. ഓക്കെ, അപ്പോൾ ആ പേരൂടെ പഠിച്ചു വെച്ചോളൂ. 2-story ഡൈജഷൻ ടാങ്ക് എന്ന് പറഞ്ഞാലും ഇംഹോഫ് ടാങ്ക് ആണ്, 2 നില പോലെ. ഓക്കെ, ഇതിന്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസിലോട്ട് പറഞ്ഞാൽ ദ ടിപ്പിക്കൽ ഡീറ്റെയിൽസ് ഓഫ് ആൻ ഇംഹോഫ് ടാങ്ക് ആർ ഷോൺ ഇൻ ഫിഗർ 9.59. ഓക്കെ, അപ്പം ഞാൻ ആ ഫിഗർ ജസ്റ്റ് ഒന്ന് കാണിക്കാതെ. അതെ, ഇത് അതിൻ്റെ ഒരു സൈഡ് സെക്ഷനാണേ. ഇത് ഇത്രയല്ല, ഇതൊരു നല്ല ലെന്തിലുണ്ട്. ഓക്കെ, അപ്പം ഇതിന് ജസ്റ്റ് ഒരു സൈഡ് സെക്ഷൻ ഈ ഒരു ഇമേജ് കാണിച്ചിരിക്കുന്നത്, ആദ്യം ഇത് നോക്കാണ്ടാലും മതി. ഓക്കെ, അപ്പം ഇത് ഇങ്ങനെ ഒരു ടാങ്ക്. ഓക്കെ, മേളിൽ ഒരു ചേമ്പറുണ്ട്. അപ്പം ഇതാണ് ഒരു 1ാം നില, ഇത് താഴത്തെ നില, അങ്ങനെ പറയാം. ഓക്കെ, അങ്ങനെ 2-storied എന്ന് പറഞ്ഞത് സെഡിമെന്റേഷൻ ചേമ്പറാണ് ആദ്യം ഉള്ളത്, പിന്നെ താഴെ ഉള്ളതാണ് സ്ലഡ്ജ് ചേമ്പർ. ഓക്കെ, അപ്പം എന്താണ് നമ്മുടെ ഈ ഒരു സൈഡിൽ നിന്ന്, ഇതിലൊരു സൈഡിൽ നിന്ന് ഇൻഫ്ലുവൻ്റ് വരുന്നു, സെഡിമെന്റേഷൻ ചേമ്പറിലോട്ട് ചെല്ലുന്നു, അതിനുള്ളിൽ ഈ അടിയാൻ പറ്റുന്ന സോളിഡ്സ് എല്ലാം താഴോട്ട് അടിയുന്നു. അത് എങ്ങോട്ട് ചെല്ലും, ആ ചെറിയൊരു സ്ലോട്ട് ഉണ്ട് അവിടെ, അപ്പോൾ ആ സ്ലോട്ട് വഴി താഴോട്ട് സ്ലഡ്ജ് ചേമ്പറിലോട്ട് ചെല്ലും. അത് അവിടെ വെച്ച് ഡീകമ്പോസിഷൻ നടക്കും, അനറോബിക് ഡീകമ്പോസിഷൻ നടക്കും, സ്ലഡ്ജ് ഉണ്ടാവുന്നു. പിന്നെന്താണ്, സ്ലഡ്ജിനെ മാറ്റാനുള്ള ഒരു സ്ലഡ്ജ് റിമൂവ് ചെയ്യാനുള്ള പൈപ്പ്, ഡീസ്ലഡ്ജിങ് പൈപ്പ് എല്ലാം കൊടുക്കാം. പിന്നെ ഗ്യാസസ് ഒക്കെ ഉണ്ടാവും, ഗ്യാസസ് റിമൂവ് ചെയ്യാനുള്ള ഗ്യാസ് വെന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പം സെഡിമെന്റേഷൻ ചെയ്യുമ്പോൾ ഇച്ചിരി കൂടെ വിട്ട് കുറവാണ്, സ്ലഡ്ജ് ചെയ്യുമ്പോഴാണ് ഇച്ചിരി കൂടെ വലിയതായിട്ടുള്ളത്. ആ വിട്ട് നോക്കിയാൽ 6.5ഉം 4.3ഉം. പിന്നെന്താണ്, ആ സ്ലഡ്ജ് സെഡിമെന്റേഷൻ ചെയ്യുമ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ ഒരു ഹൂപ്പർ ഷേപ്പാണ്. അങ്ങനെ പിന്നെ ടോട്ടൽ ഡെപ്ത് 10.26 മീറ്റർ. ഇതൊക്കെയാണ് ഈ കാണിച്ചിരിക്കുന്ന ഒരു ഫിഗറാണ് ടിപ്പിക്കൽ ഒരു ഇംഹോഫ് ടാങ്കിന്റെ ഒരു 2-storied ഡൈജഷൻ ടാങ്കിന്റെ ഒരു ഫിഗർ. ഓക്കെ, സെഡിമെന്റേഷൻ ചേമ്പർ, അതിന് താഴെയായിട്ട് സ്ലഡ്ജ് ചേമ്പർ. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് എ ഡബിൾ ചേമ്പർ റെക്ടാങ്കുലർ ടാങ്ക്. ഓക്കെ, ഇതൊരു റെക്ടാങ്കുലർ ടാങ്ക് ആണ് കേട്ടോ. ഇതിപ്പോൾ സൈഡ് സെക്ഷൻ എടുത്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഒരു ഹൂപ്പർ ഷേപ്പ്, കോൺ ഷേപ്പ് എന്നൊക്കെ പോലെ തോന്നിയത്. ഒരു കാര്യം പറയുമ്പോൾ ഇതൊരു റെക്ടാങ്കുലർ ടാങ്ക് ആണ്, 2 ചേമ്പർ, ഡബിൾ ചേമ്പർ ഉള്ളതാണ്. ഓക്കെ, ദ അപ്പർ ചേമ്പറിനെ നമ്മൾ സെഡിമെന്റേഷൻ ചേമ്പർ അല്ലെങ്കിൽ ഫ്ലോയിങ് ത്രൂ ചേമ്പർ എന്ന് പറയാം. ഓക്കെ, ത്രൂ വിച്ച് ദി സീവേജ് ഫ്ലോസ് അറ്റ് എ വെരി ലോ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ആ സെഡിമെന്റേഷൻ ചേമ്പറിൽ കൂടെ സീവേജ് വളരെ ചെറിയൊരു വെലോസിറ്റിയിലായിരിക്കും മൂവ് ചെയ്യുന്നത്. ആൻഡ് ദി ലോവർ ചേമ്പറിനെ നമുക്ക് ഡൈജഷൻ ചേമ്പർ അല്ലെങ്കിൽ സ്ലഡ്ജ് ചേമ്പർ എന്നൊക്കെ പറയാം, ഇൻ വിച്ച് ദ സ്ലഡ്ജ് ഗെറ്റ് ഡൈജസ്റ്റഡ് ഡ്യൂ ടു anaerobic decomposition. Okay, the solids of the slowly moving sewage settling down to the bottom of the sedimentation chamber through the sloping bottom sides of the sedimentation chamber
will slide down into the digestion chamber through an entrance slot at the lowest point of a sedimentation chamber. ഓക്കെ, അപ്പം നമ്മുടെ സീവേജിനകത്തൂടെ വരുന്ന സോളിഡ്സ് ഈ പറയുന്ന സെഡിമെന്റേഷൻ ചേമ്പറിന്റെ ബോട്ടത്തിലോട്ട് സെറ്റിലാകും. ആ സെറ്റിലാകുന്നത് സ്ലോപ്പി ആയിട്ടുള്ള സൈഡാണല്ലോ അല്ലേ സെഡിമെന്റേഷൻ ചേമ്പർ. അതുവഴി ചെറിയൊരു സ്ലോട്ട് ഉണ്ട്, അതുവഴി അത് താഴോട്ട് ഡൈജഷൻ ചേമ്പറിലോട്ട് വീഴുന്നു. എന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് കയറി വരുന്നത് ആ സോളിഡ്സ് ഈ ഒരു സൈഡ് വഴി ഇങ്ങനെ ആ സ്ലോട്ട് വഴി താഴോട്ട് ഡൈജഷൻ ചേമ്പർ അല്ലെങ്കിൽ സ്ലജ് ചേമ്പറിലോട്ട് വീഴും. ഓക്കെ, ദ സ്ലോട്ട് is trapped or overlapped in such a way that the gases generated in the digestion chamber cannot enter the sedimentation chamber and thus avoiding direct contact of sewage with the foul gases and its subsequent pollution. ഓക്കെ, അപ്പോൾ ഈ സ്ലോപ്പ് പോട്ടെ, ഈ ഒരു സ്ലോട്ട് ഉണ്ടല്ലോ അതിങ്ങനെ ഡിസൈൻ ചെയ്യുന്നത് ഒരെണ്ണം മറ്റേതിനെ ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. അങ്ങനെ ചെയ്താലും ഇവിടെ ഉണ്ടാകുന്ന ഗ്യാസസ് ഒക്കെ ഇങ്ങോട്ട് കയറാതിരിക്കും. അതേപോലെ തന്നെ ഗ്യാസസ് കയറിയാലും മൊത്തത്തിൽ അവിടെ ഒരു ഫൗൾ നേച്ചർ, ഒരു പൊല്യൂഷനൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ പറയുന്ന സീവേജുമായിട്ട് ഈ ഗ്യാസസിന്റെ കോണ്ടാക്ട് വരാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന സ്ലോട്ടിന്റെ ഒരു സൈഡ് മറ്റേതിനെ ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കും കൊടുക്കേണ്ടത്. ഓക്കെ, എ ഗ്യാസ് വെന്റ് also called scum chamber is also provided above the digestion chamber and alongside the sedimentation chamber to take care of the gases escaping to the surface. The chief gas is methane, having a considerable fuel value and may therefore be separately collected for use. Okay, അപ്പം എന്താണ് ഗ്യാസ് വെന്റ്? ഈ ഒരു പോർഷൻ കണ്ടോ, കണ്ടോ? ഓക്കെ, അപ്പം ഈ പറയുന്ന ഡൈജഷൻ ചേമ്പറിന് മേളിലായിട്ട് അല്ലെങ്കിൽ സെഡിമെന്റേഷൻ ചേമ്പറിന് സൈഡിലായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഗ്യാസ് വെന്റ് അല്ലെങ്കിൽ സ്കം ചേമ്പർ കൊടുക്കാം. ഇത് എന്താണ് ഗ്യാസിന്റെ എസ്കേപ്പിന് വേണ്ടിയുള്ള പോർഷനാണ്. ഓക്കെ, അപ്പം കൂടുതലുണ്ടാകുന്ന ഗ്യാസ് മീഥേൻ ആണ്. അപ്പം അതിന് ഫ്യൂവൽ വാല്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് അത് സെപ്പറേറ്റ്ലി കളക്ട് ചെയ്യാം. ഓക്കെ, in order to prevent the particles of sludge or scum from entering into the sedimentation chamber from the digestion chamber, the scum and sludge must be maintained at least 45 cm above and below the slot respectively. This free or clear zone is called neutral zone. എന്താണ് ഈ ഒരു സോൺ? ഈ ഒരു ഡിസ്റ്റൻസ് ആണ് 0.45 മീറ്റർ അല്ലെങ്കിൽ 45 സെന്റിമീറ്റർ. അപ്പം നമ്മുടെ സെഡിമെന്റേഷൻ ചേമ്പറിലെ സീവേജും ഇവിടെ സ്ലഡ്ജും കൂടെ തമ്മിൽ യാതൊരു വിധത്തിലുള്ള കോണ്ടാക്റ്റും പാടില്ല. അപ്പം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത്രയും ഒരു 0.45 മീറ്ററോളം നമ്മൾ ഫ്രീ ആക്കി വിടും. ആ ഒരു ന്യൂട്രൽ സോണിനെ ആണ് നമ്മൾ എന്താണ് ന്യൂട്രൽ സോൺ, അല്ലെങ്കിൽ ആ ക്ലിയർ സോണിനെ നമുക്ക് ന്യൂട്രൽ സോൺ അല്ലെങ്കിൽ ഫ്രീ സോണിനെ നമുക്ക് ന്യൂട്രൽ സോൺ എന്നൊക്കെ പറയാം. ഓക്കെ, ഒരു 45 സെന്റിമീറ്റർ അവിടെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. The digestion chamber എന്ന് വെച്ചാൽ താഴെയുള്ള ലോവർ ചേമ്പർ is divided into a number of interconnected compartments as shown. ഓക്കെ, അപ്പോൾ ഈ അതിനെ ആ ഒരു ഫിഗർ ഞാൻ കാണിച്ചു തരാം. അതെ, ഇതുപോലെ ഇരിക്കും കേട്ടോ, നല്ല നീളത്തിലായിരിക്കും. അപ്പോൾ ഈ താഴെ പറയുന്ന ഒരു ഡൈജഷൻ ചേമ്പർ എന്ന് പറയുന്നത് ഇങ്ങനെ കുറേ ഡൈജഷൻ ചേമ്പറിൻ്റെ ഒരു കണക്ട് ചെയ്തിട്ടുള്ളതായിരിക്കും. ഓക്കെ, ഒരു നല്ല ലെന്തിൽ കാണും. കമ്പാർട്ട്മെന്റ്സ് ആയിട്ട് പല പല കമ്പാർട്ട്മെന്റ് ആയിട്ടായിരിക്കും കാണുന്നത്. ഓക്കെ, അത് ഇന്റർകണക്റ്റഡ് ആയിരിക്കും. ദ ബോട്ടം ഓഫ് ഈച്ച് ഡൈജഷൻ ചേമ്പർ ഇസ് മെയ്ഡ് അപ്പ് ഇൻ ദി ഫോം ഓഫ് ആൻ ഇൻവേർട്ടഡ് കോൺ ഓർ ഹൂപ്പർ വിത്ത് സൈഡ്സ് സ്ലോപ്പിംഗ് 1:1 so as to concentrate the sludge at the bottom of the hooper. ഓക്കെ, എന്താണ് ഈ പറയുന്ന ഡൈജഷൻ കമ്പാർട്ട്മെന്റിന്റെ താഴെ വരുമ്പോൾ ഒരു ഇൻവേർട്ടഡ് കോൺ പോലെ ഇരിക്കും, അല്ലെങ്കിൽ ഒരു ഹൂപ്പർ പോലെ ആയിരിക്കും. സൈഡ് സ്ലോപ്പ് നമ്മൾ 1:1 ആയും കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്നത് ഈ പറയുന്ന സ്ലഡ്ജ് താഴെ വന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനാണ്. ഓക്കെ, ദ ഡൈജസ്റ്റഡ് സ്ലഡ്ജ് ഫ്രം ദി ബോട്ടം ഓഫ് ദി ഹൂപ്പർ ഇസ് റിമൂവ്ഡ് പീരിയോഡിക്കലി. ഇനി ഈ അടിയുന്ന സ്ലഡ്ജിനെ നമ്മൾ പീരിയോഡിക്കലി റിമൂവ് ചെയ്യണം. എന്ന് വെച്ചാൽ 1 to 1.5 months കൂടുമ്പോൾ നമ്മൾ അതിനെ റിമൂവ് ചെയ്യണം. ത്രൂ ദി കാസ്റ്റ് അയൺ ഡീസ്ലഡ്ജിങ് പൈപ്പ് കൊടുത്തിട്ടുണ്ടായിരിക്കും. The sludge is removed with flow under hydrostatic pressure of 1.2 to 1.8 meter. ഓക്കെ, എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനെ ഒരു സ്ലോപ്പ് 1:1 സ്ലോപ്പ് കൊടുക്കും. അപ്പോൾ സ്ലഡ്ജ് എല്ലാം ഇവിടെ വന്ന് അടിയും. അപ്പോൾ ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടി ഡീസ്ലഡ്ജിങ് പൈപ്പ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പം ആ പൈപ്പ് വഴി 1.5 മാസം കൂടുമ്പം റിമൂവ് ചെയ്യണം. ഓക്കെ, moreover all the sludge is not removed and all the bottom layers which are completely digested are withdrawn, leaving some sludge to keep the tank seeded with anaerobic bacteria. ഓക്കെ, അപ്പം ഫുൾ സ്ലഡ്ജ് നമ്മൾ ഒറ്റയടിക്ക് റിമൂവ് ചെയ്യത്തില്ല. അതിൽ മൊത്തത്തിൽ കംപ്ലീറ്റ്ലി ഡൈജസ്റ്റ് ആയിട്ടുള്ള സ്ലഡ്ജ് മാത്രമേ നമ്മൾ വിഡ്രോ ചെയ്യത്തുള്ളൂ. അതിൽ കുറച്ച് നമ്മൾ അതിൽ കീപ്പ് ചെയ്യും. അതെന്തിനാന്ന് വെച്ചാൽ ഒരു സീഡായിട്ട് അനറോബിക് ബാക്ടീരിയാസ് എപ്പോഴും വേണമല്ലോ. അതുകൊണ്ട് അടുത്ത ബാച്ച് ഓഫ് വാട്ടർ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പോകുമ്പോൾ അനറോബിക് ബാക്ടീരിയ കിട്ടാൻ വേണ്ടി കുറച്ച് സ്ലഡ്ജ് അവിടെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും, ബാക്കി മാത്രമേ റിമൂവ് ചെയ്യത്തുള്ളൂ.
The removed sludge may be dried and disposed of in a sanitary manner. ഓക്കെ, ഇങ്ങനെ റിമൂവ് ചെയ്ത സ്ലഡ്ജ് നമ്മൾ ഡ്രൈ ചെയ്ത് ബാക്കി സാനിറ്ററി മാനറിൽ നമ്മൾ അതിനെ ഡിസ്പോസ് ചെയ്യണം. Further, in order to ensure uniform distribution of solids in the different hoopers, the flow of sewage in the sedimentation compartment above is reversed intermittently. അതേപോലെ തന്നെ ഈ പറയുന്ന ഡിഫറെൻറ്റ് ഹൂപ്പേഴ്സ് ഉണ്ടല്ലോ, ഡിഫറെൻറ്റ് ഡൈജഷൻ ചേമ്പർ ഉണ്ടല്ലോ, അങ്ങോട്ട് എല്ലാത്തിലും പോകുന്ന സോളിഡ്സിൻ്റെ ആ ഒരു വാല്യൂ അത് എൻഷുർ ചെയ്യാൻ, യൂണിഫോം ആയിരിക്കണമെന്ന് എൻഷുർ ചെയ്യാൻ നമ്മൾ എന്തെടുക്കുന്നത് വെച്ചാൽ ചിലപ്പം റിവേഴ്സ് സൈഡിൽ നിന്ന് മറ്റേ സൈഡിൽ നിന്ന് ചിലപ്പോൾ ഇൻഫ്ലുവൻറ്റ് പാസ് ചെയ്യിക്കും. ഓക്കെ, ഒരു സൈഡിൽ നിന്ന് മാത്രമല്ല ഇൻഫ്ലുവൻറ്റ് പാസ് ചെയ്യുന്നത്, റിവേഴ്സ് ആയിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്നും കൂടെ പാസ് ചെയ്യിക്കും. ഓക്കെ, അപ്പം ഇത്രയായിരുന്നു എന്തിനെപ്പറ്റി ഇംഹോഫ് ടാങ്കിൻ്റെ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഡിസൈൻ കൺസിഡറേഷനിലോട്ട് വന്നാൽ ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഇംഹോഫ് ടാങ്ക് ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ടത്, അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ പറഞ്ഞു മേളത്തത് എന്താണ്, സെഡിമെൻറ്റേഷൻ ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതിനെപ്പറ്റി അല്ലേ, ഫസ്റ്റ് അതിനെപ്പറ്റി പറയുമ്പോൾ അത് റെക്റ്റാങ്കുലർ ഷേപ്പ് ആയിരിക്കും. പിന്നെ അതിൽ ഡിറ്റൻഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ 2 to 4 hours ആണ്. നമ്മൾ 2 hours ആയിരിക്കും എടുക്കാറ് എപ്പോഴും. പിന്നെ അതിനുള്ളിലുള്ള ഫ്ലോയിങ് ത്രൂ വെലോസിറ്റി 0.3 meter/minute, അത് കൂടാൻ പാടില്ല. സർഫസ് ലോഡിങ്, അതിൽ കൂടെയുള്ള സർഫസ് ലോഡിംഗ് എന്ന് പറയുന്നത് ഷുഡ് നോട്ട് എക്സീഡ് 30,000 liters/meter² ഓഫ് പ്ലാൻ ഏരിയ പെർ ഡേ. ചില സമയത്ത് ഈ പറയുന്ന ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്ലാൻ ഉണ്ടല്ലോ, ചിലപ്പോൾ അവിടെ നിന്ന് വരുന്ന സ്ലഡ്ജ് ആയിരിക്കും അല്ലെങ്കിൽ എഫ്ലുവൻ്റ് ആയിരിക്കും. അപ്പോൾ അത് ആണെങ്കിൽ 45,000 liters/meter² പെർ ഡേ വരെ ആവും. ഓക്കെ, ഇനി ലെന്ത് ഓഫ് ദി ടാങ്കിനെ പറ്റി പറഞ്ഞാൽ, സെഡിമെന്റേഷൻ ടാങ്കിന്റെ കാര്യങ്ങളാണേ. അപ്പോൾ അതിന്റെ ലെന്തിനെ പറ്റി പറഞ്ഞാൽ ഷുഡ് നോട്ട് എക്സീഡ് 30 meter സോ ആസ് ടു പ്രൊവൈഡ് ഗുഡ് സ്ലഡ്ജ് ഡിസ്ട്രിബ്യൂഷൻ കിട്ടണമെങ്കിൽ. അതേപോലെ ലെന്ത് ടു വിഡ്ത്ത് റേഷ്യോ അത് 3 to 5 വരെയൊക്കെ വേരി ചെയ്യും. ഇനി ഡെപ്ത് ഓഫ് ദിസ് ചേമ്പറിനെ പറ്റി പറഞ്ഞാൽ അത് നമ്മൾ ആ ഒരു ഷാലോ ആയിട്ടായിരിക്കും കീപ്പ് ചെയ്യുന്നത്, സോ ആസ് ടു പെർമിറ്റ് സ്ലൈഡിങ് ഓഫ് സോളിഡ് അപ് ടു ദി സ്ലോട്ട് ബിഫോർ റീച്ചിങ് ദി എൻഡ് ഓഫ് ദി സെഡിമെന്റേഷൻ. ഇൻ പ്രാക്ടീസ് എ ടോട്ടൽ ഡെപ്ത് ഓഫ് 9 to 11 meter ആണ് മൊത്തത്തിൽ നമ്മൾ ഇംഹോഫ് ടാങ്കിന് കൊടുക്കുന്നത്. അതിലെ സെഡിമെന്റേഷൻ ചേമ്പറിന്റെ ഡെപ്ത് 3 to 3.5 വരെയൊക്കെ ആകാം. പിന്നെ ഒരു ഫ്രീ ബോർഡ് 45 centimeter മേളിൽ കൊടുക്കുകയും വേണം. ഓക്കെ, ഇത്രയാണ് സെഡിമെന്റേഷൻ ചേമ്പറിനെ പറ്റി പറയാനുള്ളത്. സെഡിമെന്റേഷൻ ചേമ്പർ റെക്റ്റാങ്കുലർ ഷേപ്പ് ആയിരിക്കും. താഴെ വരുമ്പോൾ നമ്മൾ ഓർക്കും ഇതെന്താ താഴെ വരുമ്പോൾ ഇങ്ങനെ കോൺ പോലെ വരുന്നുണ്ടല്ലോ, താഴെ വരുമ്പോൾ അതൊരു ഒരു കോൺ ഷേപ്പ് അവരാക്കുന്നതാണ് സ്ലൈഡ് ചെയ്ത് വരാൻ വേണ്ടി. പക്ഷെ അത് ബേസിക്കലി പറയുമ്പോൾ റെക്റ്റാങ്കുലർ ഷേപ്പാണ്. ഓക്കെ, പ്ലാൻ വ്യൂവിൽ നോക്കിയാൽ. ഇനി ഡൈജഷൻ ചേമ്പറിനെ പറ്റി, താഴെയുള്ള ലോവർ ചേമ്പറിനെ പറ്റി പറഞ്ഞാൽ this chamber is generally designed for a minimum capacity of 57 liters per capita. ഓക്കെ, അത് ഡിസൈൻ ചെയ്യുന്നത് മിനിമം 57 liters per capita അതിന് വേണ്ടിയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ബട്ട് ഇൻ വാമർ ക്ലൈമറ്റ് ഒക്കെ വരുമ്പം അവിടെ ഷോർട്ടർ പീരീഡ് ആയിരിക്കും ബിറ്റ്വീൻ ദി സ്ലഷ് വിഡ്രോവൽ. അപ്പം നമുക്ക് അതിൻ്റെ വാല്യൂ റെഡ്യൂസ് ആകും. 35 to 40 liters per capita ആയിരിക്കും നമ്മൾ ഡൈജഷൻ ചേമ്പർ ഡിസൈൻ ചെയ്യുന്നത്. ഇനിയും ഗ്യാസ് വെന്റ് അല്ലെങ്കിൽ സ്കം ചേമ്പറിനെ പറ്റി പറഞ്ഞാൽ ദ സർഫസ് ഏരിയ ഓഫ് ദി സ്കം ചേമ്പർ ഷുഡ് ബി അബൌട്ട് 25 to 30% ഓഫ് ദി ഏരിയ ഓഫ് ദി ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ ഓഫ് ടോപ്പ് ഓഫ് ദി ഡൈജഷൻ ചേമ്പർ. ഓക്കെ, ഇപ്പോൾ ഡൈജഷൻ ചേമ്പറിൻ്റെ ഏരിയയുടെ ഒരു 25 to 30% ആയിരിക്കും സ്കം ചേമ്പറിനുള്ള ഏരിയ എന്ന് പറയുന്നത്. സഫിഷ്യൻറ്റ് ഏരിയ ഫോർ എസ്കേപ്പ് ഓഫ് ഗ്യാസ് ഇസ് നെസസറി സോ ആസ് ടു പ്രിവെൻറ്റ് ട്രബിൾ ഡ്യൂ ടു ഫോമിങ്. അപ്പം ആവശ്യത്തിനുള്ള സ്പേസ് കൊടുത്തിരിക്കണം നമ്മൾ എപ്പോഴും ഗ്യാസ് പോകാൻ വേണ്ടി, അല്ലെങ്കിൽ അവിടെ ഒരു പത പോലെ ഫോമിങ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഈ ഫൗൾ ഗ്യാസസ് കാരണം. മോർ ഓവർ ദ വിഡ്ത്ത് ഓഫ് എ വെന്റ് ഷുഡ് ബി 60 centimeter ഓർ മോർ. ഓക്കെ, 60 centimeter എങ്കിലും അതിനൊരു വിഡ്ത്ത് കൊടുക്കണം. ഓക്കെ, അപ്പം ഇത്രയാണ് ഡിസൈൻ കൺസിഡറേഷൻസ് ഓഫ് ആൻ ഇംഹോഫ് ടാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് എന്താണ് ഇംഹോഫ് ടാങ്ക്, ഫിഗർ, ഡിസൈൻ കൺസിഡറേഷൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇന്ന് ലെക്ചർ നോട്ടായിട്ട് എഴുതേണ്ടത് ഈ പറയുന്നത് ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ ഡിസൈൻ കൺസിഡറേഷൻസ് എഴുതുക, പിന്നെ ആ ഒരു ഇംഹോഫ് ടാങ്കിൻ്റെ സൈഡ് സെക്ഷൻ ഒരു പടം കൂടെ വരയ്ക്കുക. ഓക്കെ, അത് രണ്ടും മസ്റ്റായിട്ട് ചെയ്യണം. ബാക്കി നിങ്ങൾക്ക് എഴുതാൻ ടൈം ഉണ്ടെങ്കിൽ ബാക്കി മെയിൻ പോയിന്റ്സ് ഒക്കെ ഒന്ന് എഴുതി പോവുക, ഇല്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു ഫിഗർ വരയ്ക്കുക, സൈഡ് സെക്ഷൻ്റെ ഫിഗറെങ്കിലും വരയ്ക്കുക. അതേപോലെ തന്നെ ഡിസൈൻ കൺസിഡറേഷൻസ് എഴുതുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.